അതിനകത്ത് ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ ഭരണ സംവിധാനത്തിൽ വരാൻ വേണ്ടി പാടില്ല. അതാണ് അവിടുത്തെ ഒരു ഐഡിയോളജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഇത് ഈ ബി.ജെ.പിക്കാർ ഇത് ഓൾറെഡി പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ്. ഇപ്പം കങ്കണ എന്ന് പറയുന്ന ഒരു സിനിമാ നടി, അതുപോലെ തന്നെ പാട്ടുകാരിയായ മൈഥിലി, അവരൊക്കെ ഈ പാട്ടുകാരിയായ മൈഥിലി അതേ സെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ 2020 ആതിര നായർ എന്ന് പറയുന്ന പെൺകുട്ടി, അവർ പാട്ടുകാരിയാണ്, സെയിം അതേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം പൊളിറ്റിക്കലായിട്ട് ഒപ്പീനിയൻ ഇല്ലാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാത്ത ആൾക്കാരെ, സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അവെയർ അല്ലാത്ത, ചുമ്മാ റീൽസ്, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അല്ല അക്കാദമിക്കലി മികവില്ലാത്ത ആൾക്കാരെ ഇതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ സംസാരവും മാറും, വിഷയങ്ങളിലേക്കുള്ള കോൺസെൻട്രേഷനും മാറും, എല്ലാം ഷിഫ്റ്റ് ചെയ്യും. ശരിയായ യഥാർത്ഥ വിഷയം, ക്രിട്ടിക്കലായ വിഷയം ഇവിടെ നടക്കുമ്പം അതിൽ നിന്ന് മീഡിയാസ്, ഇത് ഓൺലൈൻ മീഡിയാസിനെ ഉപയോഗിച്ച് PR ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു വിഷയത്തിൽ നിന്നും യഥാർത്ഥ പ്രശ്നം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വീടില്ലായ്മ, നമുക്ക് സംസാരിക്കാതെ ഇവര് പറയുന്ന കാര്യങ്ങൾ, ഇവര് ചെറിയ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അവര് പറയുന്ന ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകള്, അങ്ങനത്തെയൊക്കെ ചർച്ചകൾ, അങ്ങനത്തെ കേവലം എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചർച്ചകളിലേക്ക് ഇത് ഷിഫ്റ്റായി മാറും. അതാണ് ഇതിനകത്ത് തന്നെ സിനിമാ നടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഖിൽമാരാർ, വിശാലടി തർക്കം, അതെന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിനുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. അപ്പം അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇപ്പം അഖിൽമാരാറ് വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാത്തത് എന്തുകൊണ്ട്, അതൊക്കെയായി മാറും വലിയ ചർച്ച. അതായത് ഇവിടെ ഇത്രയും ആൾക്കാർക്ക് വീടില്ലാതെ, ഇവിടെ എത്രയോ ആൾക്കാർ കേരളത്തിൽ അതിദരിദ്രരില്ലെന്ന് പറയുന്നു, അതിദരിദ്രരൊക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ചർച്ച ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റാർ വാല്യൂസ് ഉള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ട് മാറുമ്പോൾ കൂടുതൽ ആൾക്കാർ ആ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. ടെലിവിഷൻ, സീരിയൽ, ഇങ്ങനെയുള്ള നടന്മാർ, അവരുടെ പേഴ്സണൽ ലൈഫ്. അപ്പം അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അത് കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് ചുമ്മാ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കൃത്യമായിട്ട് BJP പയറ്റി തെളിഞ്ഞ തന്ത്രം തന്നെയാണ്. അതാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ സമൂഹത്തെ ഒന്നാകെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രക്രിയക്ക് ഈ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മുഖ്യധാര പാർട്ടികൾ തന്നെ ചുമന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ഈ രാഷ്ട്രീയവൽക്കരണം വരുന്നത് വലിയ അപകടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യുവതയാണ്. ഈ യുവത കേരളത്തിൽ പോലും വ്യാപകമായിട്ട് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അവർ ഈ വോട്ടേഴ്സിൽ പേര് ചേർക്കാൻ പോലും പലരും തയ്യാറല്ല. ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ജെൻസികളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വോട്ടേ ഇല്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യാപകമായ അരാഷ്ട്രീയവൽക്കരണത്തിന് മാധ്യമങ്ങളും പാർട്ടികളും പൊതുസമൂഹവും വിധേയമാകുന്നു, അറിഞ്ഞോ അറിയാതെ വിധേയമാകുന്നു. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭാവിയെ തന്നെയാണ് ബാധിക്കുന്നതാണ് തോന്നുന്നത്.